ഇത് നല്ല മഴയും കാറ്റും ഒക്കെ ഉള്ളൊരു ഈവനിങ് എടുത്ത വീഡിയോ ആണ്. ഈവനിങ് എന്താ കഴിക്കാനെന്ന് വിചാരിച്ചിരുന്നപ്പോൾ സ്നാക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വിചാരിച്ച് എന്തെങ്കിലും ഉണ്ടാക്കണം. അങ്ങനെ പിന്നെ മുറ്റത്തോട്ട് നോക്കിയപ്പോൾ കുറേ ഇല നിൽക്കുന്നുണ്ട്. നമ്മൾ അട ഉണ്ടാക്കുന്ന ഇലയുണ്ടല്ലോ അത്. അപ്പോൾ പിന്നെ വിചാരിച്ച് എനിക്ക് ഇലയപ്പം ഉണ്ടാക്കി കുറച്ച് അട ഉണ്ടാക്കാമെന്ന്. ഇലയപ്പം ഹസ്ബൻഡ് കഴിക്കാറില്ല. അപ്പോൾ പിന്നെ കുറച്ച് പഴം ഇരിപ്പുണ്ടായിരുന്നു, അത് വെച്ച് അട ഉണ്ടാക്കി ഏട്ടനും കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ മാവൊക്കെ എടുത്ത് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഞാൻ മിക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും സിസ്റ്റർ വന്നു. എന്നിട്ടും ഞാൻ അവളോട് കാര്യം പറഞ്ഞുകൊണ്ടായി ബാക്കി എൻ്റെ കുക്കിംഗ്. അങ്ങനെ പിന്നെ അടയ്ക്ക് ആവശ്യമുള്ള പഴമെല്ലാം അരിഞ്ഞെടുത്തിട്ട് തേങ്ങ തരുമെന്ന പരിപാടി ഞാൻ ഇവനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അതിനെ അടിച്ച് പൊട്ടിച്ചിട്ട് ഞാൻ അതിനെ മിക്സിയിൽ ഇട്ടിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു. അപ്പോൾ നന്നായിട്ട് കട്ടയില്ലാതെ കിട്ടും കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ ഉണ്ടാക്കി കുറച്ച് തേങ്ങ പഴത്തിൻ്റെ കൂടെ കുറച്ച് തേങ്ങ ശർക്കരയുടെ കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ഓരോരോ ഇലയായിട്ട് വൃത്തിയാക്കി വെച്ചിരുന്ന ഇലയിൽ മാവ് പരത്തി ആവശ്യത്തിന് ശർക്കര തേങ്ങയും വെച്ച് കൊടുത്തിട്ട് ഏലക്കയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇട്ട് ഫില്ല് ചെയ്ത് മാറ്റി വെച്ച് അങ്ങനെ തന്നെ അത് മൊത്തം എടുത്തതിന് ശേഷം അടയ്ക്കും ആവശ്യമായിട്ടുള്ളത് പെട്ടെന്ന് ചെയ്തു. അട ലൂസാണല്ലോ, മാവ് എപ്പോഴും ലൂസായിരിക്കുമല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ചെയ്ത് തീക്കാൻ വിചാരിച്ചു. അതുകൊണ്ട് ഒരുപാടായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ എല്ലാം കൂടെ ഇഡ്ഡലി പാത്രത്തിലാണ് വെച്ചത്. ഞാൻ ഒരു ഫ്ലേവറിന് ഒരു നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ട് കുറേ തിരളിയില പറിച്ച് അതിൻ്റെ ഏറ്റവും അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഇതെല്ലാം അടുക്കി നന്നായിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു. കഴിക്കുന്ന വീഡിയോ എന്തായാലും മിസ്സായി, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ ഇന്ന് ഇത്ര വീട്ടായിട്ട് നാളെ കാണാം.